ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു ബ്രാഹ്മണ പണ്ഡിതനിലൂടെ യേശുവിനെ അറിഞ്ഞ അരവിന്ദാക്ഷ മേനോൻ്റെ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരിക്കൽ തമിഴ്നാട്ടിലെ സേലം എന്ന പട്ടണത്തിൽ ദൈവനിഷേധം പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അരവിന്ദാക്ഷ മേനോൻ്റെ പ്രസംഗം കേട്ടിട്ട് ഒരാൾ അരവിന്ദാക്ഷ മേനോനെ കാണാൻ വന്നു. ഒരു ബ്രാഹ്മണനായി ജനിച്ച് ദാരിദ്ര്യത്തിൽ വളർന്ന് സ്വന്തം അധ്വാനം കൊണ്ട് പഠിച്ചു വക്കീലായി ജഡ്ജിയായി ഹൈക്കോടതിയുടെ ജഡ്ജിയായി ചീഫ് ജസ്റ്റിസായി പെൻഷൻ പറ്റി പിരിഞ്ഞ ഒരു ബ്രാഹ്മണൻ, സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും അഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ, ദൈവനിഷേധം പറഞ്ഞുകൊണ്ടുള്ള ഇദ്ദേഹത്തിൻ്റെ അരവിന്ദാക്ഷ മേനോൻ്റെ പ്രസംഗം കേട്ടിട്ട് അദ്ദേഹം അരവിന്ദാക്ഷ മേനോട് പറഞ്ഞു, തനിക്ക് ജീവിതത്തിൽ 2 പ്രാവശ്യം തെറ്റുപറ്റി. ജീവിതത്തിൽ വലിയ ദുഃഖവും ദുരിതവുമൊക്കെ ഉണ്ടായപ്പോൾ ദൈവത്തിലേക്ക് തിരിയുന്നു എന്ന ധാരണയോടെ താൻ തിരിഞ്ഞത് ദൈവത്തിലേക്കൊന്നുമായിരുന്നില്ല, ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങളിലേക്കുമായിരുന്നു. അതൊന്നാമത്തെ തെറ്റ്. ഈ മനുഷ്യൻ ബ്രാഹ്മണനാണ്, ക്ഷേത്രത്തിൽ വിഗ്രഹങ്ങളെ പൂജിച്ച് ആ പൂജ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു വംശത്തിൽ ജനിച്ചു വളർന്നവനാണ്. അദ്ദേഹം തന്നെ തന്നോട് പറയുന്നു, താൻ ക്ഷേത്രങ്ങളിൽ പോയി വിഗ്രഹങ്ങളെ പൂജിച്ച് തെറ്റായിപ്പോയി എന്ന്. രണ്ടാമത്, ക്ഷേത്രങ്ങളിൽ പോയി വിഗ്രഹങ്ങളുടെ മുമ്പിൽ നേർച്ച കാഴ്ചകൾ വെച്ച് പൂജിച്ചിട്ട് പ്രയോജനമൊന്നും കിട്ടാതെ വന്നപ്പോൾ താൻ ദൈവനിഷേധത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും തിരിഞ്ഞു എന്നതാണ് രണ്ടാമത്തെ തെറ്റ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഈ 2 തെറ്റുകളും തിരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. താനൊരു ഹിന്ദുവായി ജനിച്ചവനാണ്, ഹൈന്ദവനായി ജനിച്ചതിൽ അഭിമാനിക്കേണ്ടവനാണ്. ഹിന്ദുവായി ജനിച്ചതിൽ അഭിമാനിക്കണമെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ മതഗ്രന്ഥങ്ങൾ വായിക്കണം. വലിയ അഹങ്കാരത്തോടെ ഇദ്ദേഹം ആ പണ്ഡിതനോട്, റിട്ടയർഡ് ജഡ്ജിയോട് പറഞ്ഞു, മതഗ്രന്ഥങ്ങൾ വായിക്കുകയല്ല, കാണാതെ പഠിക്കുകയാണ് ഞാൻ. രാമായണം, മഹാഭാരതം, മഹാഭാഗവതം ഏതിൽ നിന്ന് വേണമെങ്കിലും ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും മറുപടി പറയാം. അതുപോലെ അതൊക്കെ പഠിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ഇനി അതൊന്നും വായിച്ച് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. അപ്പോൾ അദ്ദേഹം എന്ന് അരവിന്ദാക്ഷ മേനോൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അരവിന്ദാക്ഷ മേനോനെ കളിയാക്കി. തനിക്ക് വിവരമില്ലെന്ന് പറഞ്ഞു ആദ്യം. എന്നിട്ട് പറഞ്ഞു, താനീ പറഞ്ഞതൊന്നും മതഗ്രന്ഥങ്ങളെ അല്ല, രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒന്നും മതഗ്രന്ഥങ്ങളല്ല, അവയൊക്കെ വെറും കഥാപുസ്തകങ്ങളാണ്. മനുഷ്യൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ തന്നെ എഴുതിയുണ്ടാക്കിയ കഥകളാണ് ഇതിഹാസങ്ങൾ. ഇതൊന്നുമല്ല മതഗ്രന്ഥങ്ങൾ. ഹിന്ദുമതത്തിൻ്റെ ആധികാരികമായ മതഗ്രന്ഥങ്ങൾ വേദങ്ങളാണ്. എഴുതപ്പെട്ട 4 വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയാണ്. ഇതിൽ ആദ്യത്തെ 3 വേദങ്ങളിൽ പ്രത്യക്ഷമായും അഥർവവേദത്തിൽ പരോക്ഷമായും ആരാണ് ദൈവം, ആരാണ് മനുഷ്യൻ, എന്തിനാണ് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ഇതെല്ലാം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വായിക്കണം. തനിക്ക് വെളിച്ചം കിട്ടും, സത്യം കണ്ടെത്താൻ കഴിയും, സമാധാനമുണ്ടാകും എന്ന് ആ റിട്ടയർഡ് ജഡ്ജി അരവിന്ദാക്ഷ മേനോനെ ഉപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ടിട്ട് അരവിന്ദാക്ഷ മേനോന് ദൈവവിശ്വാസമൊന്നും ഉണ്ടായില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞതിലെന്തോ കാര്യമുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കണം എന്ന വിചാരത്തോടെ അരവിന്ദാക്ഷ മേനോൻ കോട്ടയത്തെ പബ്ലിക് ലൈബ്രറിയിൽ നിന്നും ഋഗ്വേദത്തിൻ്റെ മലയാള പരിഭാഷ OMC നാരായണൻ നമ്പൂതിരിപ്പാട് എന്ന പണ്ഡിതൻ എഴുതിയ ഋഗ്വേദ ഭാഷ്യം എടുത്ത് വായിക്കുവാൻ തുടങ്ങി. കുറച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം സത്യമാണെന്ന് മനസ്സിലായി. വെളിച്ചം കിട്ടാൻ തുടങ്ങി. ഹിന്ദുമതത്തിൻ്റെ ആധികാരിക മതഗ്രന്ഥമായ ഋഗ്വേദത്തിൽ നിന്നും തനിക്ക് കിട്ടിയ ആദ്യത്തെ വെളിച്ചം അരവിന്ദാക്ഷ മേനോൻ്റെ ദുഃഖത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും കാലത്ത് താൻ ഏതൊക്കെ ദൈവങ്ങളുടെ മുമ്പിൽ പോയി നേർച്ച കാഴ്ചകൾ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരാരും ദൈവങ്ങളല്ല എന്ന് അത് വായിച്ചപ്പോൾ മനസ്സിലായി. അങ്ങനെ ദൈവങ്ങളില്ല. ഹിന്ദുമതത്തിൻ്റെ ആധികാരിക മതഗ്രന്ഥമായ ഋഗ്വേദത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ ഏകദൈവത്തെക്കുറിച്ച് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. ഏകം സത് വിപ്ര ബഹുധാ വദന്തി, സത്യമായ ദൈവം ഒന്നേ ഉള്ളൂ, പണ്ഡിതന്മാർ അതിനെ പല രൂപങ്ങളിൽ കാണുന്നു എന്ന് മാത്രം. ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്, സകല സൃഷ്ടികൾക്കും പിതാവാണ്. ഭൂമിയിലെ സകല മനുഷ്യവംശങ്ങൾക്കും ആദിപിതാവായ പരമപിതാവായ ഈശ്വരൻ ബ്രഹ്മം. അങ്ങനെ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. പരമപിതാവായ ഈശ്വരൻ സർവ്വവ്യാപിയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു.
പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തിന് രൂപമില്ല, അരൂപിയാണ്. അരൂപിയായ ദൈവത്തിൻ്റെ രൂപമുണ്ടാക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റേത് എന്ന് പറഞ്ഞ് രൂപങ്ങളുണ്ടാക്കി വെച്ച്, വിഗ്രഹങ്ങളുണ്ടാക്കി വെച്ച് അവയോട് പ്രാർത്ഥിക്കരുത്. തെറ്റാണ്, നിഷ്പ്രയോജനമാണ്. മിത് ധാതുതാവാദി മൂർത്ത വിശ്വമ വിദ്യയ ക്ലിശ്യന്തി തപസ്സാ മൂഢ പരം ശാന്തിം നയിന്തിതേ. കല്ല്, മണ്ണ്, മരം, ലോഹം ഇവ കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹങ്ങളിൽ ദൈവമുണ്ട് എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നവൻ മൂഢനാകുന്നു. സ്വന്തം ഭക്തി കൊണ്ട് അവൻ ദുഃഖം സമ്പാദിക്കുന്നു, മോചനം പ്രാപിക്കുന്നതുമില്ല. ഇങ്ങനെയുള്ള തത്വങ്ങളൊക്കെ മനസ്സിലാക്കി കാണിച്ചതൊക്കെയും അബദ്ധമായി എന്നും അരവിന്ദാക്ഷമേനോന് മനസ്സിലായി. വിശുദ്ധ ബൈബിളിന് 73 പുസ്തകങ്ങളുള്ളതുപോലെ ഋഗ്വേദത്തിന് 10 പുസ്തകങ്ങളുണ്ട്, 10 മണ്ഡലങ്ങൾ. 1 മുതൽ 9 വരെയുള്ള മണ്ഡലങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ, നിരവധി സന്ദർഭങ്ങളിൽ ആരാണ് ദൈവം, ആരാണ് മനുഷ്യൻ, മനുഷ്യൻ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ഇതെല്ലാം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു കാര്യം തൻ്റെ സവിശേഷമായ ശ്രദ്ധയെ ആകർഷിച്ചു. പരമപിതാവായ ദൈവത്തിൻ്റെ പരമാത്മാവിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കുന്നു. സകല സൃഷ്ടികൾക്ക് മുമ്പേ ഉണ്ടായവൻ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പരമാത്മാവിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്തോടൊപ്പം ദൈവത്തെ പോലെ തന്നെ അരൂപിയായി നിലനിൽക്കുന്നവൻ ദൈവപുത്രൻ. ഹിരണ്യഗർഭൻ എന്നും പ്രജാപതി എന്നും അറിയപ്പെടുന്ന ഈ ദൈവപുത്രൻ യഥാസമയം ഭൂമിയിൽ വരും. ഇഹലോകത്തിൽ മനുഷ്യൻ്റെ പാപങ്ങൾ വർദ്ധിച്ച് മനുഷ്യന് അവനവനാൽ പാപമോചനം നേടാൻ സാധ്യമല്ല എന്ന ഹട്ടമെത്തുമ്പോൾ അരൂപിയായ ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുന്നു. പ്രജാപതി പിതാവായ ദൈവത്തോട് തനിക്ക് യജ്ഞയോഗ്യമായ ഒരു ശരീരം തരണമെന്നും ആ ശരീരത്തിൽ താൻ രൂപം പ്രാപിക്കട്ടെ എന്നും ആഗ്രഹിച്ചു. പിതാവായ ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനത്തെ സംശുദ്ധിയായ സ്ത്രീയായി, കന്യകയായി, ലളിതാംബികയായി ഭൂമിയിൽ അവതരിപ്പിച്ച് അവളിൽ ഗർഭമായി, ഭ്രൂണമായി തൻ്റെ പുത്രൻ പ്രജാപതിയെ ഉരുവാക്കി ജനിപ്പിച്ചു വളർത്തുന്നു. വേദാംഗ ശാസ്ത്രങ്ങളിൽ പാരംഗതനായി വളരുന്ന ദൈവപുത്രൻ പ്രജാപതി മനുഷ്യവംശത്തിന് സാരോപദേശങ്ങൾ നൽകുന്നു. എന്താണ് പാപം, എന്താണ് പുണ്യം, ഏതാണ് തെറ്റ്, ഏതാണ് ശരി, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത് എന്ന് മനുഷ്യനെ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. മനുഷ്യന് പാപബോധം നൽകി, മനുഷ്യന് പാപമോചനം നൽകി, മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനുള്ള ഈ യജ്ഞത്തിൻ്റെ പൂർത്തീകരണത്തിനായി ദൈവപുത്രനായ പ്രജാപതി തൻ്റെ നിയോഗകാലത്തിന് ശേഷം സ്വയം യാഗമായിത്തീരുന്നു, ബലിയായിത്തീരുന്നു. ഋഗ്വേദത്തിൻ്റെ 10-ാം മണ്ഡലം 90-ാം സൂക്തം 7-ാം മന്ത്രത്തിൽ ദൈവപുത്രനായ പ്രജാപതി മനുഷ്യവംശത്തിൻ്റെ പാപമോചനത്തിനായി എപ്രകാരമാണ് ബലിയായിത്തീരുന്നത് എന്ന് വർണ്ണിച്ചിട്ടുണ്ട്. ഭൂമിയിൽ താഴ്ത്തിയ മരത്തൂണിൽ ചേർത്ത് കരചരണങ്ങൾ ഇരുമ്പാണി കൊണ്ട് ബന്ധിച്ച് രക്തം വാർന്ന് മരിച്ച് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന ദൈവപുത്രനായ പ്രജാപതി. ഹൈന്ദവ മതഗ്രന്ഥമായ ഋഗ്വേദത്തിൽ മനുഷ്യവർഗത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി ബലിയായിത്തീർന്നു മരിക്കുന്ന ഒരു ദൈവപുത്രനെക്കുറിച്ച് വായിച്ചപ്പോൾ അരവിന്ദാക്ഷമേനോന് വലിയ സംശയം, വലിയ ചിന്താക്കുഴപ്പം. അപ്പോൾ അദ്ദേഹം ചില വേദപണ്ഡിതന്മാരെ പോയി കണ്ട് ചോദിച്ചു, ആരാണ് ദൈവപുത്രൻ, ആരാണ് പ്രജാപതി, എന്താണതിൻ്റെ അർത്ഥം? അതിലൊരു പണ്ഡിതൻ പറഞ്ഞു, ഉണ്ട്, പ്രജാപതി സങ്കല്പമുണ്ട്. പ്രജ എന്ന് വച്ചാൽ മനുഷ്യൻ, പതി എന്ന് വെച്ചാൽ രക്ഷകൻ. മനുഷ്യൻ്റെ രക്ഷകനായി ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു പുരുഷൻ വരും. ഇതുവരെ വന്നിട്ടില്ല, നാം ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. ഈ സമയമത്രയും യേശുക്രിസ്തുവിൻ്റെ രൂപം എൻ്റെ ഈ അരവിന്ദാക്ഷമേനോൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ അരവിന്ദാക്ഷമേനോൻ്റെ ശക്തനായ ഹിന്ദു അത് അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല, അങ്ങനെയൊന്ന് ചിന്തിക്കുവാൻ പോലും തയ്യാറായില്ല. എങ്കിലും അരവിന്ദാക്ഷമേനോൻ ഈ ഹിന്ദു മാത്രമല്ല, ഒരു നിരീശ്വരവാദി കൂടിയാണ്, യുക്തിവാദിയാണ്. ആ ഒരു തൻ്റെ ഇടത്തിൽ അരവിന്ദാക്ഷമേനോൻ ആ പണ്ഡിതനോട് ചോദിച്ചു, യേശുക്രിസ്തുവിനെക്കുറിച്ച് ചങ്ങാനുമായിരിക്കുമോ ഈ പരാമർശം? അപ്പോൾ ആ പണ്ഡിതൻ തിരിച്ചു ചോദിച്ചു, അങ്ങനെ ചിന്തിക്കാൻ എന്താ കാര്യം? അരവിന്ദാക്ഷമേനോൻ പറഞ്ഞു, ലക്ഷണങ്ങൾ, ഋഗ്വേദത്തിൽ 2 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്.
ദൈവപുത്രനായ പ്രജാപതിയുടെ 2 ലക്ഷണങ്ങൾ. ഒന്ന്, ദൈവപുത്രനായ പ്രജാപതി രൂപത്തിൽ മനുഷ്യനും പ്രകൃതത്തിൽ ദൈവം തന്നെയുമായിരിക്കും. 2, ദൈവപുത്രനായ പ്രജാപതി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്ന് മനുഷ്യവംശത്തിൻ്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ ആവഹിച്ച് ബലിയായി തീർന്ന് യാഗമായി തീർന്ന് മരിക്കും. പക്ഷേ ദൈവപുത്രനായതുകൊണ്ട് മരണമില്ലാത്തവനാണ്, അമരനാണ്. അതുകൊണ്ട് യാഗശേഷം വീണ്ടും ജീവനെ പ്രാപിക്കും. യജുർവേദത്തിൻ്റെ ബ്രാഹ്മണ ഗ്രന്ഥമായ ശതപഥ ബ്രാഹ്മണത്തിൽ യാഗത്തെക്കുറിച്ച് 7 യാഗവിധികളുണ്ട്. ഒന്ന്, യാഗസമയത്ത് ബലിപുരുഷൻ്റെ തലയിൽ ബലൂസി ചെടിയുടെ വള്ളികൾ കൊണ്ട് മെനഞ്ഞ ഒരു കിരീടം ധരിപ്പിക്കണം. ബലൂസി എന്ന് വെച്ചാൽ മുള്ളുകളുള്ള ഒരു കാട്ടുവള്ളിയാണ്. 2, കരചരണങ്ങളിൽ ഇരുമ്പാണി അടിച്ച് യുവത്തിൽ ബന്ധിക്കണം. യുവം എന്നാൽ യാഗശാലയിൽ ബലിമൃഗത്തെ ബന്ധിക്കാൻ വേണ്ടി ഭൂമിയിൽ താഴ്ത്തിയ മരത്തൂണാണ്. 3, അപ്രകാരം ബന്ധിക്കുമ്പോൾ ബലിപുരുഷൻ്റെ അസ്ഥികൾ തകർന്നു പോകാൻ പാടില്ല. 4, മരണത്തിന് മുമ്പ് ബലിപുരുഷന് സോമരസം, അതായത് പുളിച്ച മദ്യം കുടിക്കാൻ കൊടുക്കണം. 5, മരണശേഷം ബലിപുരുഷനെ പുതപ്പിച്ച കച്ച വസ്ത്രം ഹോതാക്കൾ പങ്കിട്ടെടുക്കണം. 6, മരണശേഷം ബലിപുരുഷൻ്റെ ശരീരം മാംസം ഭക്ഷിക്കപ്പെടണം. 7, മരണശേഷം ബലിപുരുഷൻ്റെ രക്തം പാനം ചെയ്യപ്പെടണം. ഈ 7 യാഗവിധികളും ഹൈന്ദവ ഗ്രന്ഥമായ ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്ന 7 യാഗവിധികളും നസ്രായനായ യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ കൃത്യമായി പാലിക്കപ്പെട്ടു എന്നും അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മരണം ഒരു സാധാരണ മരണമല്ല, യഥാർത്ഥ യാഗമാണ്, യാഗവിധി പ്രകാരം നടന്ന യാഗമാണ് എന്ന് ഈയിടെ ഒരാൾ പ്രസംഗിച്ചു. അരവിന്ദാക്ഷമേനോൻ അത് കേട്ടു. അതുകൊണ്ടാണ് സംശയം എന്ന് പണ്ഡിതനോട് പറഞ്ഞു. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ല. യേശുവിൻ്റെ മരണം അങ്ങ് പാശ്ചാത്യ ദേശത്തിലല്ലേ, ജെറൂസലേമിലോ മറ്റോ ആണല്ലോ, ഇവിടെയെങ്ങും അല്ലല്ലോ. അറിയാതെ ഒരു കുരുത്തക്കേട് അരവിന്ദാക്ഷമേനോൻ ആ പണ്ഡിതനോടപ്പോൾ പറഞ്ഞു. പറയരുതായിരുന്നു എന്ന് പിന്നീട് തോന്നി. ആ ചോദ്യം, ആ മനുഷ്യൻ്റെ ദേഷ്യം കണ്ടപ്പോൾ എവിടെയായിരിക്കണം എന്ന് വേദത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ദൈവം, മനുഷ്യൻ, ഭൂമി എന്നിങ്ങനെ 3 പരാമർശങ്ങളേ ഉള്ളൂ. ഭൂമിയിൽ എവിടെ വേണമെങ്കിലും ആകാം, ജെറൂസലേമിലും ആകാം. ഇതാണ് അദ്ദേഹം അരവിന്ദാക്ഷമേനോൻ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ ആ പണ്ഡിതൻ അരവിന്ദാക്ഷമേനോൻ്റെ നേരെ ചൂടായി. ഇത് മതപരമായ കാര്യമാണ്, ദൈവീക കാര്യമാണ്, ദുസ്തർക്കം പാടില്ല, തൻ്റെ യുക്തിവാദമൊന്നും എൻ്റെ അടുത്തേക്ക് ഇറക്കരുത്, പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അട്ടിയോടിച്ചു. മനസ്സിൽ ഈ സംശയങ്ങളുമായി പിന്നീട് അരവിന്ദാക്ഷമേനോൻ പോയത് തന്നെ വേദം പഠിപ്പിക്കുവാൻ പ്രേരിപ്പിച്ച ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി റിട്ടയറായ ആ ബ്രാഹ്മണ പണ്ഡിതൻ്റെ അടുത്തേക്കാണ്. അരവിന്ദാക്ഷമേനോൻ അദ്ദേഹത്തോട് പറഞ്ഞു, സംശയമായിരിക്കുന്നു. ആദ്യം അദ്ദേഹം പറഞ്ഞു, ഇത് മലയാളത്തിലല്ല എഴുതിയിരിക്കുന്നത്, തനിക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അരവിന്ദാക്ഷമേനോൻ പറഞ്ഞു, മനസ്സിലാകുന്നൊക്കെയുണ്ട്, പക്ഷേ സംശയം തോന്നുന്നു. സഹോദരങ്ങളെ, ഹിന്ദുവായി ജനിച്ച ആ മനുഷ്യൻ, ഒരു ബ്രാഹ്മണനായി ബ്രാഹ്മണനായി തന്നെ ജീവിച്ച മനുഷ്യൻ, അദ്ദേഹം അരവിന്ദാക്ഷമേനോനോട് പറഞ്ഞു, സംശയിക്കാനൊന്നുമില്ല, ലോകമറിഞ്ഞ് മനുഷ്യനറിഞ്ഞ് ഭൂമിയിൽ വന്ന് മനുഷ്യവംശത്തിൻ്റെ പാപമോചനത്തിനും വീണ്ടെടുപ്പിനുമായി പരിശ്രമിച്ച് ആ പരിശ്രമത്തിൻ്റെ അവസാനം സ്വയം യാഗമായി തീർന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ടപ്പോൾ സത്യത്തിൽ അരവിന്ദാക്ഷമേനോന് ഓർമ്മ വന്നത് തൻ്റെ ഭാര്യയെ തന്നെയാണ്. വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ലാത്ത ഒരു നാട്ടിൻപുറത്തുകാരി വിവാഹം കഴിഞ്ഞ് അരവിന്ദാക്ഷമേനോൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൾ അരവിന്ദാക്ഷമേനോനോട് ഒരു നിവേദനം നടത്തി. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ.